5 മണിയാകുമ്പോൾ പാലൊക്കെ കുടിച്ച് മൂപ്പര് ഇതേ കണ്ണും വീഴ്ച ഇങ്ങനെ കെടുക്കൂട്ട. പിന്നെ കുറെ നേരം കളിക്കും. പിന്നെ അമ്മ കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ അടുത്ത് കെടുത്തുട്ട. പിന്നെ ആദർശേട്ടൻ ഇന്നൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഒന്ന് പോയി നോക്കട്ടെ പറഞ്ഞിട്ട് വേഗം ചായയൊക്കെ കുടിക്കാട്ടാ. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് പുട്ടും ചെറുപയറുകറിയും പപ്പടവും കട്ടൻ ചായ ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത അമ്മ ഓടും. അപ്പൊ ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്താട്ടെ. അമ്മ അവിടെ പച്ചക്കറി അരിയാണ് കേട്ടോ. അമ്മേനെ ഹെൽപ്പ് ചെയ്യാണ്. ഇനി എനിക്ക് ചായ കുടിച്ചിട്ട് വേണം ഉണ്ണീനെ ഒന്നുകൂടി ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ചായ കുടിച്ചിട്ടോ. ചെക്ക ഇവിടെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഇതേ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അമ്മമ്മ എന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അമ്മമ്മ അതേ ഫോൺ എടുക്കുന്നത് കണ്ടു വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര നാണാണ്. പിന്നെ അമ്മ ഇത് ഉണ്ണീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തുട്ടോ. അങ്ങനെ അവന്റെ കുളിയൊക്കെ കഴിഞ്ഞ് പാലുകൂടി കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അപ്പിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുക്കാറ്. ഞാൻ രാവിലെ പല്ലേക്കാൻ നിൽക്കുമ്പോൾ തന്നെ തലയിൽ എണ്ണ തേക്കൂട്ടെ. പിന്നെ ഇവൻ കുളിച്ച് ഇവനെ പാല് കൊടുത്ത് ഉറക്കിയതിന് ശേഷമാണ് പിന്നെ എന്റെ കുളിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ പാല് കുടിച്ചതിന് ശേഷം വീണ്ടും അമ്മ തട്ടി കൊടുക്കട്ടെ. അപ്പൊ ഞാൻ കുളിക്കാൻ പോണേക്കാൾ മുന്നേ ഇവനെ കിടത്തി പുതപ്പിച്ച് കൊടുത്ത് സെറ്റാക്കി കൊടുത്ത് പിന്നെ അവന് മിറ്റൻസും ബൂട്ടീസും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇനി അവൻ കുറെ നേരം കിടന്ന് ഉറങ്ങും. പക്ഷെ 2 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യിപ്പിക്കണ്ട. അപ്പോഴേക്കും വേഗം പോയിട്ടേക്ക് കുളിച്ച് വരണട്ടോ. കുളി കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് ഏറ്റവും പാട്. കാരണം എണ്ണി മഞ്ഞളൊക്കെ തേച്ച് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ എനിക്കുമ്പോൾ അവൻ ചെറുതായിട്ട് നെഞ്ച പോലെ. അപ്പൊ ഞാൻ അമ്മമ്മേനെ ഇവിടെ ഉണ്ണിയുടെ അടുത്തൊന്ന് ഇരിക്കുമോ വെച്ചപ്പോൾ അമ്മമ്മ ഉണ്ണീൻ്റെ അടുത്ത് ഇരുന്നൂട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തുട്ടാ. അവ ഉറങ്ങി കഴിഞ്ഞു വെച്ചെങ്കിൽ ഇതവൻ്റെ മുകളിൽ നെറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ അമ്മമ്മ നോക്കാന്ന് പറഞ്ഞുട്ടോ. അത് കഴിഞ്ഞിട്ട് എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ തലയൊക്കെ തോർത്തുമ്പോഴേക്കും നമ്മുടെ ആദർശമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തല നന്നായിട്ട് തോർത്തി ഞങ്ങൾ പണി കിട്ടുന്നൊക്കെ നല്ല ബോധ്യം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഉണങ്ങിയ തോർത്തുമ്പോൾ എടുത്ത് നന്നായിട്ട് തല പൊതിഞ്ഞ് കെട്ടി വെക്കുന്നുണ്ട്. ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഓട്ടത്തിനൊക്കെ പോണേട്ടാ. അപ്പൊ ഇന്ന് പോയ ഓട്ടത്തിന്റെ പൈസ ചേട്ടൻ നേരെ ഉണ്ണിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കട്ടെ. അവനച്ചങ്ങ് പൈസ ഇനി പിടിക്കണം. അവനൊന്നും വേണ്ട എന്നുള്ള രീതിക്കട്ടാ. പിന്നെ നമ്മൾ അധികം നേരം പൈസ അവന്റെ കയ്യിൽ വെച്ചില്ല. വേഗം അവനെ തന്നെ എടുത്തുട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷട്ടാ. പിന്നെ മൂപ്പര് നല്ല ഉറക്കത്തിന് വിളിച്ച പിന്നെ അങ്ങനെ എനിക്കൊന്നും ഇല്ലാട്ടാ. അപ്പൊ ഒന്ന് പോയി വന്നതിന്റെ വിശേഷങ്ങളൊക്കെ അമ്മ ചോദിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ മൂവാറ്റുപുഴയിൽ ഒരു കാർത്തിക പറഞ്ഞ ചേച്ചി നമ്മുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. അപ്പൊ കാർത്തിക പറഞ്ഞ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.